ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അങ്ങനെ ഹോട്ടൽ ടാസ്കിന് വന്ന് നമ്മുടെ റിയാസ് സലീം പുറത്തു പോയിരിക്കുന്നു. ഇന്നലെ വന്നതിന് ശേഷം ലൈവിൽ ഞാൻ കുറച്ച് കാര്യങ്ങളെ കണ്ടുള്ളൂ. ഉണ്ടായ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമ്മുടെ നെവിന് സപ്പോർട്ടായിട്ട് കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ലക്ഷ്മിയെ എടുത്തിട്ട് ഉടുത്തു എന്ന് തന്നെ വേണം പറയാൻ. ലക്ഷ്മി പ്രൊവോക്കായെങ്കിൽ പോലും റിയാസിനെതിരായിട്ട് തന്നെ ലക്ഷ്മി സംസാരിച്ച് നിന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഷാനവാസുമായിട്ട് നല്ലൊരു ഫൈറ്റ് അവിടെ ഉണ്ടായി. ഷാനവാസിനെതിരായിട്ട് ഇന്ന് ഒരിക്കലും സംസാരിക്കാത്ത സാബുമാൻ വരെ സംസാരിക്കുന്നുണ്ട്. സാബുമാൻ പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. അവിടെ കേൾക്കുന്ന ഇവിടെ പറയുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഒരിടത്ത് കേട്ടാൽ അവിടെ വെച്ച് ശരിയായ രീതിയിൽ പ്രതികരിക്കാതെ അത് മറ്റൊരാളുടെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നത് നല്ലൊരു പ്രവണതയല്ല ചില സ്ത്രീകളുടെ കൂട്ട്. എനിവേ, അതുകൂടാതെ നെവിനും ഷാനവാസും കൂടെ പിന്നെ വലിയൊരു പ്രശ്നമായി. ഇതിനകത്ത് ഷാനവാസിന് എഗെയിൻസ്റ്റായിട്ടാണ് ബിഗ് ബോസിലെ മറ്റ് കണ്ടസ്റ്റൻറ്റുകളെല്ലാം ഷാനവാസിനെതിരായിട്ട് നിന്നതുപോലെയാണ് നോക്കിയത്. അനുമോളൊക്കെ പക്ഷേ അങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അത് പക്ഷേ സ്ട്രോങ് ആയിട്ട് നിന്ന ഒരേ ഒരാൾ അനീഷായിരുന്നു. അനീഷ് പറഞ്ഞു, എന്തുവാണെങ്കിലും ശരി, ഇത് ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ ഇത് തെറ്റാണെന്ന് പറയുന്നിടം വരെ ഞാൻ ഷാനവാസിനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്നു. ഷാനവാസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഷാനവാസിനെ ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ലാലേട്ടൻ വന്ന് പറഞ്ഞ് ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഷാനവാസിനെതിരെ ആദ്യം നിൽക്കുന്ന വ്യക്തി ഞാൻ തന്നെ ആയിരിക്കും എന്ന് നല്ല ഉറച്ച സ്റ്റാൻഡ്. അനീഷിനെ സമ്മതിക്കാതെ വയ്യ. ഇതാവണം ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞാൽ. കാരണം ഒരു പ്രശ്നം വരുമ്പം മറുകണ്ഠം ചാടുന്നതല്ല ഫ്രണ്ട്. അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കി ആരോടൊപ്പമാണോ ശരി അതിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് തന്നെയാണ് ഫ്രണ്ട്. അതാണിപ്പം നമ്മളുടെ അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് റിയാസ് പുറത്തോട്ട് പോയിരിക്കുകയാണ്. അടുത്ത ഇനി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.